ആലപ്പുഴ മാന്നാർ കൊലപാതകത്തിൽ മുഖ്യ സാക്ഷിമൊഴി 24-ന്. കലയെ കൊലപ്പെടുത്തിയതായി ഭർത്താവ് അനിൽകുമാർ അറിയിച്ചതായി മുഖ്യസാക്ഷി സുരേഷ് പറയുന്നു. അനിൽ വിളിച്ചതനുസരിച്ച് വലിയ പെരുമ്പഴ പാലത്തിലെത്തി. പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടു. അനിൽകുമാറിന്റെ ഭീഷണി ഭയന്നാണ് കൊലപാതക വിവരം പുറത്തു പറയാതിരുന്നതെന്നും സുരേഷ് പറഞ്ഞു. ഭർത്താവ് അനിൽകുമാറിന്റെ വീട്ടിൽ കല ജാതീയമായ പ്രശ്നങ്ങൾ നേരിട്ടെന്ന് കലയുടെ അമ്മയുടെ സഹോദരി ശോഭന കുമാരി 24-നോട് പറഞ്ഞു. ജാതിപരമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നു. ജാതിപരമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ അമ്മായിയമ്മയ്ക്കാണ്. ഇവളുമായിട്ട് എപ്പോഴും വഴക്കായിരുന്നെന്നാണ് പറയുന്നത്. ഇവളെ അവളെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. സമയം തന്തയ്ക്ക് ഇഷ്ടമായിരുന്നു, ഇവനും ഇഷ്ടമായിരുന്നു. ജാതിയുടെ പേരിലും പറഞ്ഞ് വഴക്കുണ്ടാവും എന്ന് പറഞ്ഞെപ്പോഴും അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. കലയുടെ കൊലപാതകത്തിൽ ഭർത്താവടക്കം 3 പേർക്കും പങ്കുണ്ട് എന്നാണ് എഫ്ഐആർ വ്യക്തമാക്കുന്നത്. കൊലയ്ക്ക് കാരണം കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമെന്ന സംശയമെന്നും എഫ്ഐആറിൽ പരാമർശം. മനീഷ് മഹിവാലും ഒപ്പം തന്നെ എ വി ജയശങ്കറും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം എ വി ജയശങ്കറിലേക്കാണ്. ജയശങ്കർ, ഇപ്പോൾ പോലീസിന്റെ പുതിയ എഫ്ഐആർ, അതിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഭർത്താവടക്കം 3 പേർക്കും പങ്കുണ്ട് എന്ന് എഫ്ഐആർ പറയുന്നു. എന്താണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നിഗമനങ്ങൾ? അന്വേഷണത്തിന്റെ പുരോഗതി ഏത് തലത്തിൽ? ജയശങ്കർ. അതായത് റീജിത്ത് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൻ്റെ പുറത്താണ് ഈ കലയെ ഈ ഭർത്താവും സംഘവും ചേർന്ന് കൊലപ്പെടുത്തിയതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് ഇവർ ഈ മൃതദേഹം കാറിൽ കൊണ്ടുപോയി നശിപ്പിക്കുന്നത്. മനഃപൂർവ്വം തെളിവുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് പ്രതികൾ 2009-ൽ കൃത്യം ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ മൃതദേഹം നശിപ്പിച്ചതെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിപട്ടികയിലുള്ളത് ഈ ഭർത്താവ് അനിൽകുമാർ ഉൾപ്പെടെ 4 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ജിനു, സോമൻ, പ്രമോദ് എന്നിങ്ങനെ ഉള്ള ആളുകളാണ് 2, 3, 4 പ്രതികളായി പോലീസ് ഉൾപ്പെടുത്തിയത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. തിരോധാനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസിന് പരാതി ലഭിച്ചിരുന്നെങ്കിലും പോലീസ് കേസെടുത്തില്ല എന്നായിരുന്നു ഇന്നലെ SP വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ പോലീസിനൊരു വീഴ്ച പറ്റിയോ എന്നൊരു സംശയത്തിലും പരിശോധനകൾ ജില്ലാ പോലീസ് മേധാവി നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ പ്രതികളുടെ അറസ്റ്റ് ആലപ്പുഴ പോലീസ്, മാന്നാനം പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷം പ്രതികളുടെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് ഇന്ന് കടന്നേക്കും. ഇക്കാര്യത്തിലെല്ലാം രാവിലെയോടെ ആയിരിക്കും വ്യക്തത വരിക. അതിനുശേഷം എന്തായാലും പ്രതികളെ ചെങ്ങന്നൂർ കോടതിയിലായിരിക്കും ഇന്ന് ഹാജരാക്കുക. പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി എളുപ്പത്തിൽ തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിൻ്റെ തീരുമാനം. കാരണം ഇത് 2009 സമയത്ത് നടന്നൊരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകളും ഈ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങളും അറിയേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. ഈ പ്രതികൾക്കെതിരെ കൊലപാതകം അടക്കമുള്ള കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഈ 2009-ൽ നടന്ന സംഭവമായതുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ IPC അനുസരിച്ച് കേസെടുത്തതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ അനിൽകുമാറിനെ വിദേശത്തു നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് കുറച്ചധികം സാങ്കേതിക നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന മേധാവി തലത്തിൽ CBIക്കും മറ്റും റിക്വസ്റ്റ് കൊടുക്കാനുണ്ട്. ഇത് ഇന്റർപോളിൽ എത്തണം. ഇന്റർപോളാണ് ഇത് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. എന്തായാലും ഇതിന് കുറച്ചധികം താമസം എടുക്കും. അതിനുള്ളിൽ ഈ നാട്ടിലെ ബന്ധുക്കളടക്കം കൂടുതൽ പേരെ ചോദ്യം ചെയ്ത് കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് നിലവിൽ പോലീസിൻ്റെ ശ്രമം. എന്തായാലും ഈ നിലവിൽ കസ്റ്റഡിയുള്ള പ്രതികളുടെ അറസ്റ്റ് 4 പേരിൽ 3 പേരുടെ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. ഈ ഭർത്താവ് അനിൽകുമാർ ഒഴിച്ച് ബാക്കി 3 പേരാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഈ 3 പേരുടെ അറസ്റ്റ് ആയിരിക്കും പോലീസ് ഇന്ന് രേഖപ്പെടുത്തുക. അതിനുശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വ്യത്യസ്തമായ ടീമായി തിരിഞ്ഞുകൊണ്ടാണ് പോലീസിന്റെ ഒരു അന്വേഷണം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകം, ഒരു കത്തിൽ നിന്ന് തുടങ്ങുന്ന അന്വേഷണം, അതിലിപ്പോൾ നിർണായകമായ ഘട്ടത്തിലേക്ക് അതിൻ്റെ അന്വേഷണം എത്തി നിൽക്കുന്നുണ്ട്. ഈ മുഖ്യസാക്ഷിയുടെ മൊഴി അത് ഈ കേസിൽ നിർണായകമായി മാറാൻ പോകുന്നു. ഒപ്പം തന്നെ കലയുടെ കുടുംബത്തിൻ്റെ പ്രതികരണം, വീട്ടിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യം. ഈ പ്രതികരണങ്ങളും മുഖ്യസാക്ഷിയുടെ മൊഴിയും സൂചിപ്പിക്കുന്നത് എന്താണ്, ജയശങ്കർ?
അതായത് കല വീട്ടിൽ ജാതീയമായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നൊരു കാര്യം കൃത്യമായി ബന്ധുക്കളുടെ മൊഴിയിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മുഖ്യ സാക്ഷിയും ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നു, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മൊഴിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്നത്. ഒപ്പം തന്നെ ഈ മൃതദേഹം കൃത്യമായി പ്രതികൾ സെപ്റ്റിക് ടാങ്കിൽ കൊണ്ടുവന്നിട്ട് നശിപ്പിച്ചത് ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കാനാണെന്ന കാര്യവും ഈ മൊഴികളിൽ നിന്ന് കൃത്യമായി വ്യക്തമാണ്. അത്തരത്തിൽ കൃത്യമായി ഈ 4 പ്രതികളും ബോധത്തോടുകൂടി ഈ കൃത്യം മറയ്ക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കാര്യങ്ങൾ നീക്കിയതെന്ന കാര്യം വ്യക്തമായൊരു സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച ഇനി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നൊരു വിഷയമാണ്. ഒപ്പം തന്നെ ഈ കലയുടെ കുടുംബം ഈ കലയെ കാണാതായതിനു ശേഷം പരാതിയൊന്നും പോലീസിൽ നൽകിയിരുന്നില്ല. ഇത് സംബന്ധിച്ചും പോലീസ് കൃത്യമായൊരു അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുകളിയുണ്ടോ, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പരാതി നൽകാതിരുന്ന കാര്യം പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ച് വരുന്നു. ചില സംശയങ്ങൾ പോലീസിനുണ്ട്, നമുക്കും ചില വിവരങ്ങളുണ്ട്. പക്ഷേ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തത് കൊണ്ട് നിലവിൽ അത് വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ കുടുംബം പരാതി നൽകാത്ത വിഷയത്തിലും പോലീസിൻ്റെ ഒരു അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ വ്യാപകമായി പഴയ 2009 മുതലുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് വിശദമായൊരു അന്വേഷണത്തിലേക്കാണ് ആലപ്പുഴ പോലീസ് കടക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം. ശ്രീജിത്ത്. ശരി, എ വി ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.